നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അതില്ലാത്തവരുടെ കാര്യം അതോർക്കുമ്പോ എങ്ങനെയാ അമ്മ സങ്കടം വരാതിരിക്കുന്നേ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്താ ശനെ? എന്താ എന്തു പറ്റി? എന്താ മുറ്റത്തൊരു ഉലാത്തലാണോ? ഏയ് ചുമ്മാതങ്ങനെ. ഏയ് അതൊന്നുമല്ലല്ലോ. എന്തോ ഉണ്ട്. അല്ല, എന്നോട് പറയാൻ പറ്റാത്തത് വല്ലതും ആണെങ്കിൽ പറയണ്ട ശനെ. അങ്ങനെയുള്ള രഹസ്യങ്ങളൊന്നും എനിക്കില്ല. എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും അച്ഛനെ, ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ആശന പെൺകുട്ടി വിവാഹം കഴിച്ചതാണോ? ഡെയ്സിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തന്നെയാ താലി കെട്ടിയത്. പക്ഷെ പിന്നീട് എനിക്ക് അവളെ സ്നേഹിക്കാനോ അവളുമായി സംസാരിക്കാൻ പോലുമോ അതിനുള്ളൊരു ഇഷ്ടമോ സ്നേഹമോ അതൊന്നും എനിക്കിപ്പോ അവളോട് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നോ എനിക്കറിയില്ല. എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാകുന്നില്ലടാ. ആശനെ, അതെ കമല, എന്റെ മനസ്സും എന്റെ ചിന്തകളും എന്റെ നിയന്ത്രണത്തിലല്ല. അത് മറ്റാരുമാണ് നിയന്ത്രിക്കുന്നത്. ജീവനുള്ള ഒരു പ്രതിമ പോലെ ഞാൻ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അതാണ് സത്യം. എന്നെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് എനിക്കറിയാനും പറ്റുന്നില്ല. സമയം ഒരുപാടായല്ലോ. സത്യാമ്മ കിടക്കുന്നില്ലേ? ഞാൻ ആ ശിവന്റെ വീട്ടിലെ കാര്യം ഓർത്തതാ. ഇങ്ങനെ പെണ്ണുങ്ങൾ ഉണ്ടാവുമെന്നാ? എന്തൊരു ധൈര്യ പെണ്ണിന്! വാശിയ സത്യാമ്മേ. ഇല്ലെങ്കി ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടില്ലല്ലോ. ശിവൻ അവളെ കെട്ടാഞ്ഞത് എന്തോ ദൈവഭാഗ്യ. ഇല്ലെങ്കിൽ അവൻ ആ ഭ്രാന്തി പെണ്ണിനെ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വന്നേനെ. പിള്ളേ, ഞങ്ങൾ ശിവന്റെ വീട്ടിലെ കാര്യം സംസാരിക്കായിരുന്നു. വലിയ കഷ്ടം തന്നെ സത്യാമ്മേ. താലി കെട്ടിയെന്നാ വീഡിയോയിൽ പറയുന്നത്. അത് നിയമപരമായിട്ടൊന്നും അല്ലല്ലോ. സ്നേഹിച്ച് നടന്നപ്പോ കാണിച്ച ഒരു പോഴത്തരം. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യമൊന്നും അതിനെ കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ ഇവളെ പോലൊരു പെണ്ണിന്റെ സ്വഭാവം ശിവന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലേ? സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാ സത്യാമ്മ വിളിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാനും പറ്റിയില്ല. ടിവിയിലൂടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ ആ പെണ്ണിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ ഭ്രാന്ത്. എന്തായാലും അവള് കാരണം ഒരു ദിവസം പോയി കിട്ടി. കുട്ടികള് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, ശാലിനി കുഞ്ഞ് വന്നിട്ട് ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞിരിക്കുക രണ്ടാളും. എന്നാ എടുത്തു വെച്ചോ. ശരി. നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല സത്യാമ്മേ യഥാർത്ഥ ആൾക്കാരുടെ സ്വഭാവം. അവരിൽ നിന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും പറ്റില്ല. ഉള്ളില് പകയും വിദ്വേഷവും ഒക്കെ വെച്ചോണ്ട് തന്നെ നമ്മുടെ നേരെ നിന്ന് വെളുക്ക് ചിരിച്ചവര് പെരുമാറും. നമ്മളെ കൊല്ലാനുള്ള തന്ത്രങ്ങൾ വരെ ആ ചിരിക്ക് പിന്നിലുണ്ടാവും. സ്നേഹിച്ചു നടന്നിട്ടും ശിവൻ അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് തന്നെയാ ശിവന്റെ ജീവിതത്തിലുണ്ടായ പരാജയം. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? വലിയൊരു കഷ്ടകാലം ഈശ്വരാനുഗ്രഹം കൊണ്ട് വഴി മാറിപ്പോയിന്ന് മാത്രം പറഞ്ഞാ മതി. ആ വേലായുധേട്ടന്റെ മകള് റാണി സത്യാവസ്ഥ വെളിപ്പെടുത്തുന്ന വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ശിവനെന്ന് അകത്താ. എന്തിന്? ഈ സംഭവം അറിഞ്ഞ് ഞാൻ വരെ ശിവനെ തെറ്റിദ്ധരിച്ച് സംസാരിച്ചു. ജനം അങ്ങനെ കാണൂ. ചോരയെ ഒലിപ്പിച്ച് കണ്ണീരുമായി നിന്ന് ഒരു പെണ്ണ് കരഞ്ഞ
കണ്ണീരൊപ്പാനും ആശ്വസിപ്പിക്കാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വരും. സത്യാവസ്ഥ മനസ്സിലാക്കാതെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. ശരിയാ മോള് പറഞ്ഞത്. തക്ക സമയത്ത് നീ ഇടപെട്ടതുകൊണ്ട് ഇപ്പൊ സമാധാനമുണ്ട് എല്ലാവർക്കും. ദീപു ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ സത്യേ? വീടില്ലല്ലോ, പിന്നെ എങ്ങനെ ഉറങ്ങാനാ? പാവം അല്ലേ? ആഹാ. അല്ല, ഇങ്ങനെ ഇരുന്നാലെങ്ങനെയാ? എന്തേലും കഴിക്കണ്ടേ? ഞങ്ങൾക്ക് തീരെ വിശപ്പില്ല അമ്മേ. അതെന്താ വിശപ്പില്ലാത്തത്? വൈകിട്ട് ഹെവി ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? പപ്പിക്കോ? സത്യക്ക് വേണ്ടാത്തോണ്ട് പപ്പിക്കും വേണ്ടെന്നാണോ? എനിക്കും വേണ്ടമ്മേ. ഉം. മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നൂ. അച്ചൂടാ, എന്റെ മോക്ക് മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന എന്ത് കാര്യം അവിടെ നടന്നേ? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? അതൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ എവിടെ പോയി? ദീപകിന്റെ കാര്യം ആലോചിച്ചിട്ടാ അമ്മേ. അവൻ എങ്ങനെയാ അമ്മ അവിടെ കിടക്ക? അവന്റെ ചേച്ചി മരിച്ച പോലെ അവനും എന്തെങ്കിലും അപകടം വരുമെന്നും പറഞ്ഞ് അവന് പേടിയാ അമ്മേ. ആ രീതിയിലല്ലേ ആ വീടിരിക്കുന്നത്. നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അതില്ലാത്തവരുടെ കാര്യം അതോർക്കുമ്പോ എങ്ങനെയാ അമ്മ സങ്കടം വരാതിരിക്കുന്നേ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നന്മ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരച്ഛന്റെ മക്കളാവുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നവനായിരുന്നു നിങ്ങളുടെ അച്ഛൻ. കണ്ണീര് കണ്ട മനസ്സലിയുന്നവൻ. പാവങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ആള്. ആ അച്ഛന്റെ മക്കൾക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പറയാനാവ്? എങ്ങനെയെങ്കിലും ദീപുവിനൊരു വീട് വെച്ചു കൊടുക്കണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹാ. വലിയ വീടൊന്നും വേണ്ട, പേടിക്കാതെ അവർക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയാ മതി. കൊടുക്കാം, നമുക്കൊക്കെ ചെയ്തു കൊടുക്കാം. ശാലിനി, അമ്മയും മക്കളും കൂടെ ചോറൊന്നും ഉണ്ണാതെ ഇവിടെ വന്നിരിക്കുക. കൂട്ടുകാരന് വീടില്ലാത്തതുകൊണ്ട് രണ്ടുപേർക്കും സങ്കടം. അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വന്ന് ഭക്ഷണം കഴിച്ചിട്ടേ എത്ര വേണമെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാലോ. വാ മക്കളെ, വാ വന്നേ. പിന്നെ മോളെ, വിഷ്ണുവിന്റെ ഇൻഷുറൻസ് മുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ടുള്ള പേപ്പറാ. അവനിനി ഇതൊന്നും അടയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എങ്ങനെ അടയ്ക്കാന്? കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനൊക്കെ ഇൻഷുറൻസിന്റെ പണമൊക്കെ അടയ്ക്കൂ? മോൾ അതെന്താണെന്ന് വെച്ചാ ചെയ്യ്. മക്കള് വാ വാ.